പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 ബിസിനസ് സ്റ്റഡീസിന്റെ ന്യൂ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിന്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോസ് ആണ്. നമുക്കറിയാം 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിലും ഇനി മുതൽ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സിലബസ് ആണ് ബിസിനസ് സ്റ്റഡീസ്. അതുപോലെ തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും പുതിയതാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, ന്യൂ ക്വസ്റ്റ്യൻ പേപ്പറും ബിസിനസ് സ്റ്റഡീസിന് ഉണ്ടായിരിക്കും. 2024 ഫ്രഷ് ആയിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ന്യൂ ക്വസ്റ്റ്യൻ പേപ്പറാണ് അവിടെ ഫോളോ ചെയ്യേണ്ടത്. എന്നാൽ 2023 അതിന് തൊട്ട് മുമ്പുള്ള വർഷങ്ങളിലോ രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ പറ്റാതെ ഇപ്പോൾ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മുമ്പ് എഴുതി തോറ്റ് പരീക്ഷ എഴുതുന്ന ആളുകൾക്കും ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യേണ്ടത്. ഫ്രഷായി അഡ്മിഷൻ എടുത്ത ആളുകൾ മാത്രമേ ന്യൂ ക്വസ്റ്റ്യൻ പേപ്പർ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 20 മാർക്ക് നമുക്ക് അസൈൻമെന്റ് ആണ്. ബാക്കി 80 മാർക്ക് എഴുത്ത് പരീക്ഷയാണ്. അതിന് 33% 26 മാർക്കാണ് എഴുതി പാസ്സാണ്ട്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ 100-ൽ 33 മാർക്കും എഴുതി പാസ്സാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യം 1 മാർക്കിന്റെ 20 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. MCQ ക്വസ്റ്റ്യൻസ് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവതരിപ്പിച്ചു. ഇനി ഇതേപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും അതുപോലെ തന്നെ ട്രൂ ഓർ ഫാൾസ് അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇനി അവതരിപ്പിക്കാനുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോസിൽ വരുന്നത്. ഓക്കെ, 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ഒക്കെ വിവിധ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇപ്പോൾ അവതരിപ്പിച്ച് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇന്ന് നമ്മൾ 21ാമത്തെ ക്വസ്റ്റ്യൻസ് മുതലാണ് അവതരിപ്പിക്കുന്നത്. 2 മാർക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 1 മാർക്കിന്റെ ആണ്. ഇന്നത്തെ വീഡിയോയിൽ 2 മാർക്കിന്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 2 തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഓപ്ഷൻ ആയിട്ട് വേറെ 2 തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഡാഷ് റിഫർ ടു നെഗറ്റീവ് ആൻഡ് അൺഫേവറബിൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആർ ലൈക്ക് ടു ക്രിയേറ്റ് ഹാർഡ്. ഒരു ഫേമിന്റെ ദോഷകരമായി ബാധിക്കുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ഇത്. ത്രെഡ്സ് എന്നാണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ ഒക്കെയാണ് അത് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് ഡാഷ് ആർ ദ ഇമ്പാക്ട് ഓഫ് ഗവൺമെന്റ് പോളിസി ചേഞ്ച് ദി ബിസിനസ് ആൻഡ് പോളിസി. ഏതാണ് ഗവൺമെന്റിന്റെ നയങ്ങൾ ബിസിനസ്സിലും വ്യവസായത്തിലും മാറ്റങ്ങൾ വരുത്തുന്ന ഗവൺമെന്റിന്റെ പോളിസി ഏതാണെന്നുള്ളതാണ്. അതിന്റെ ആൻസർ ആണ് മോർ ഡിമാൻഡിങ് കസ്റ്റമർ ആണ്. ഇത് രണ്ടും അറിയാത്തവർക്ക് വേറെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരുന്നുണ്ട്. 21ൽ തന്നെ ഓപ്ഷൻ വരുന്നുണ്ട്. ബിസിനസ് എൻവയോൺമെന്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ഡാഷ് ആൻഡ് ഡാഷ് ആണ്. ആൻസർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻസ് ബിസിനസ് എൻവയോൺമെന്റ് കീപ്പ് ഓൺ ചേഞ്ച് റെഗുലർ ബേസിസ്. ബിസിനസ് എൻവയോൺമെന്റ് കീപ്പ് ചെയ്യുന്നത് അവിടെയുള്ള ചേഞ്ചസ് റെഗുലർ ആയിട്ടുള്ളതാണ്. ദിസ് ക്യാരക്ടേഴ്സ് ഓഫ് ദി ബിസിനസ്. ഇത്തരം ഒരു ബിസിനസ് എൻവയോൺമെന്റിന്റെ പ്രത്യേകതയാണ് ഡൈനാമിക് നേച്ചർ. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ മാറ്റം ഉണ്ടാകുന്ന. ഇനി നമുക്ക് 22ാമത്തെ ക്വസ്റ്റ്യൻസ് പോകാം. മാച്ച് ദ ഫോളോയിങ് ആണ്. 2 കോളം തന്നിട്ടുണ്ട്. അതിന്റെ ആൻസർ ഓപ്ഷൻസും താഴെ തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ്സ് തരുമ്പോൾ നിങ്ങൾക്ക് അറിയണത് ആദ്യം ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. ഇപ്പൊ എക്കണോമിക് എൻവയോൺമെന്റ് എക്കണോമിക് ആയിട്ട് എന്തെങ്കിലും ഇത് പറയുന്നുണ്ടോ? അത് അറിയില്ലെങ്കിൽ അടുത്ത പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ രണ്ടാമത്തെ വരുന്നത് നമുക്ക് ആ ഗവൺമെന്റ് പോളിസിയാണ്. ഗവൺമെന്റ് പോളിസിന്റെ ആയിട്ട് പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായി പറയുമ്പോൾ ഗവൺമെന്റ് പോളിസീസ് എന്നുള്ള ആ പോയിന്റാണ് മാച്ച് ആകുന്നത്. ലീഗലി നമുക്ക് അറിയില്ലെങ്കിൽ ടെക്നോളജിക്കൽ നോക്കുക. ടെക്നോളജിക്കലുമായിട്ട് ഇതിൽ അറിയുന്നതാ നോക്കുക. നോക്കുക. അപ്രോച്ചസ് അഡോപ്റ്റർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. സാധനങ്ങളും സേവനങ്ങളും ഉൽപാദനം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. അപ്പൊ ഇത് രണ്ടും കിട്ടി. ഇനി ഇതിൽ എക്കണോമിക്കലും ഉണ്ട്, ലീഗലും ഉണ്ട്. എക്കണോമിക് എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടത് നോക്കുക. സാമ്പത്തികപരമായി ബന്ധപ്പെട്ടത് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ സ്ട്രെങ്ത് ആണ്, D ആണ്. ലീഗൽ നോക്കുക. ലീഗൽ വരുന്ന റെഗുലേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസറിന്റെ കീ ആണ് ഇതിൽ കറക്റ്റ് വരുന്നത് ആൻസർ ആണ് വരുന്നത്. 1D. ഒന്നാമത്തെ എക്കണോമിക് വരുന്നത് സ്ട്രെങ്ത്. 2C ആണ്. 2C എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ വരുന്നത് ഗവൺമെന്റ് പോളിസീസ്. 3B ആണ്. 3 എന്ന് പറയുമ്പോൾ ലീഗൽ എൻവയോൺമെന്റ് റെഗുലേഷൻ ആണ്. 4A ആണ്. ടെക്നോളജിക്ക് എന്ന് പറയുമ്പോൾ അപ്രോച്ചസ് അഡോപ്റ്റഡ് പ്രൊഡക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് അറിയണത് ആദ്യം മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അറിയാത്തത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ് മേ ബി സബ് ഡിവൈഡഡ് ടു സ്റ്റോർ. മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റോർ ആയിട്ട്. റിപ്പയർ, മെയിൻ്റനൻസ്, പ്രൊഡക്ഷൻ ഇങ്ങനെ പല ഇതായിട്ട് മാനുഫാക്ചറിംഗ് ഡിവൈഡ് ചെയ്ത്. ഇത് എന്താണ് പറയുന്നത്? ഇതിനാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അടുത്ത ഡേ ഷിഫ്റ്റ് ദി പവർ ഓഫ് ഡിസിഷൻ മേക്കർ ടു ലോവർ ലെവൽ. അല്ലെ, താഴ്ന്ന ലെവലിലേക്ക് നമ്മൾ പവർ അല്ലെ അധികാരങ്ങൾ
കൊടുക്കുന്നതാണ് ഇത് വികേന്ദ്രീകരണം എന്ന് പറയുന്നത്, ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും അറിയാത്തവർക്ക് ട്രൂ ഓർ ഫാൾസ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കുക. പ്ലാനിങ് ഈസ് ദ മോസ്റ്റ് ചാലഞ്ചിങ് ആക്ടിവിറ്റി ഓഫ് മാനേജ്മെന്റ് ആണ്. പ്ലാനിങ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഏറ്റവും വെല്ലുവിളിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഇത് ഓൾ ഫ്യൂച്ചർ ആക്ഷൻ, ഭാവിയിലുള്ള എല്ലാ ആക്ഷനും വേണ്ടിയിട്ടും. അത് ട്രൂ ആണ്, ശരിയാണ്. രണ്ടാമതൊക്കെ സംടൈം ദി കോസ്റ്റ് ഇൻകേർഡ് ഫോർ പ്ലാനിങ് മേ ബി ജസ്റ്റിഫൈ ദി ബെനിഫിറ്റ് ഡെറിവേഡ് പ്ലാൻ. ചില സമയത്ത് നമ്മൾ പ്ലാനിങ്ങിനുള്ള ചെലവ് എന്ന് പറയുന്നത് അതിനുള്ള ബെനിഫിറ്റിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെലവ് കൊടുക്കുന്നത്. ഓക്കെ, അതും ശരിയാണ്, ട്രൂ ആണ്. 24 നോക്കുക. ഈ വൺ വേർഡ് ആൻസർ ആണ്. വാട്ട് ഈസ് നോൺ ദി പ്രൈമറി ഫങ്ഷൻസ് ഓഫ് പ്രൈമറി മാനേജ്മെന്റിന്റെ പ്രാഥമിക ധർമ്മം ഏതാണ്? ആൻസർ പ്ലാനിങ് ആണ്. അടുത്ത സ്ട്രാറ്റജി, ഒരു തന്ത്രം ഉത്ഭവിക്കുന്നത് ഏതിൽ നിന്നാണ്? മെത്തേഡിൽ നിന്നാണ്. മെത്തേഡാണ് അതിന്റെ ആൻസർ. 25 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഡേഷ് റിഫർ ടു പ്ലാനിങ് റിഗാർഡ് ഫിനാൻഷ്യൽ നീഡ് ഓഫ് എന്റർപ്രൈസ് വേരിയസ് സോഴ്സ് ഓർ റൈസി ഫണ്ടാണ്. അതായത് ഡേഷ് റിഫേഴ്സ് ടു എന്നുള്ളിടത്ത് നമ്മൾ വരുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. കാരണം ഇവിടെ ഫിനാൻഷ്യൽ നീഡ് ഓഫ് എന്റർപ്രൈസ്, ഒരു സംരംഭകത്തിന്റെ ഫിനാൻഷ്യൽ നീഡിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് അവിടെ വേണം. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അത് ഡേഷ് റിഫർ ടു സ്ട്രക്ചർ ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ. സ്ട്രക്ചർ ഓഫ് ക്യാപിറ്റൽ ഫണ്ട് റൈസ്ഡ് ബൈ ദി കമ്പനി എന്ന് പറയുന്നത് അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഈ അടുത്ത് 26ാമത്തെ വേർഡും വൺ വേർഡ് ആയിട്ടുള്ളതാണ്. നെയിം ഓഫ് ദി പ്രോസസ് എനേബിൾ ദി മാനേജ്മെന്റ് ഫോർ ദി ഫണ്ട് റിക്വയർമെന്റ് ബോത്ത് ദി ക്വാണ്ടം ആസ് വെൽ ആസ് ടൈമിംഗ് ആണ്. അതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൽ ബി ഉണ്ട്. ഇറ്റ് ഈസ് എസെൻഷ്യലി പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ ബ്ലൂ പ്രിന്റ് ഓഫ് ആൻ ഓർഗൻ. ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ ബ്ലൂ പ്രിന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഫ്യൂച്ചർ ഓപ്പറേഷൻ അതിനൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ആശയമാണ് ഇത് ഫിനാൻഷ്യൽ പ്ലാനിങ്. അപ്പോൾ 26ൽ 1ഉം 2ഉം ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. ഇനി അതറിയാത്തവർക്ക് അതിൽ രണ്ടാമത്തെ ആൻസർ എഴുതാതിരിക്കും നല്ലത്. IFCയുടെ ഫുൾ ഫോം എന്താണ്? SFC. IFC എന്നാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. SFC എന്നാണ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഇനി 27 നോക്കുക. വിച്ച് മെത്തേഡ് ലോങ് ടേം ഫിനാൻസ് പബ്ലിക് ഡെപ്പോസിറ്റ് റീറ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആർ ബി റിഫേർഡ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ആണ്. ഈച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ നോക്കാം. മാനേജ്മെന്റ് ഈസ് ലെസ് കെയർഫുൾ ആണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ലെസ് കെയർഫുൾ ആണ് അബൌട്ട് ഫണ്ട് യൂട്ടിലൈസേഷൻ ബൈ മെത്തേഡ്. അതാണ് റീറ്റെയിൻഡ് ഏണിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബി ഉണ്ട്. ടു റൈസ് ഫണ്ട് ത്രൂ ദിസ് മെത്തേഡ്. ഫണ്ട് റൈസ് ചെയ്യാണ്. ആൻഡ് അഡ്വർടൈസ്മെന്റ് ഈസ് ജനറലി ഗീവൻ ത്രൂ, അല്ലെ, പരസ്യങ്ങളൊക്കെ ന്യൂസ് പേപ്പറിൽ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 28 നോക്കുക. ഐഡന്റിഫൈ ദി ഫീച്ചേഴ്സ് റിലേറ്റഡ് ടു ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ. ഇത് ഓരോന്ന് ഇക്വിറ്റി ഷെയർ ആണോ, പ്രിഫറൻസ് ഷെയർ ആണോ, ഡിബെഞ്ചർ ആണോ ഏതാ നോക്കണം. ഇൻ കേസ് ഓഫ് എ വൈൻഡിംഗ് ഓഫ്, ഒരു കമ്പനി അടച്ചു പൂട്ടുകയാണെങ്കിൽ ദി ക്യാപിറ്റൽ റീഫണ്ട് ആഫ്റ്റർ പേയ്മെന്റ് ഓഫ് ഡിബെഞ്ചർ. ക്യാപിറ്റൽ റീഫണ്ട് ചെയ്യുന്നുണ്ട് ആഫ്റ്റർ ഡിബെഞ്ചർ കൊടുത്തതിന് ശേഷം, ബട്ട് ബിഫോർ പേയ്മെന്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതിനെയാണ് പ്രിഫറൻസ് ഷെയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ബി ഉണ്ട്. ദർ ഹോൾഡേഴ്സ് ആർ ക്രെഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി ഓർ ഫിക്സ്, അല്ലെ, ഹോൾഡർമാർ ക്രെഡിറ്റർമാരാണ് കമ്പനിയിൽ ഒരു ഫിക്സ്ഡ് പീരീഡിൽ. അതിനാണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും അറിയാത്തവർക്ക് അടുത്ത് നോക്കാം. ദർ ഹോൾഡേഴ്സ് ആർ ഓണേഴ്സ് ഓഫ് കമ്പനി ആർ എൻജോയ്ഡ് വോട്ടിംഗ് റൈറ്റ് ആണ്. ഇക്വിറ്റി ഷെയർസിനാണ് വോട്ടിംഗ് റൈറ്റ് ഉള്ളത്. അതിൽ ബി നോക്കുക. ദർ ഹോൾഡേഴ്സ് ഹാവ് നോ സേ ദി മാനേജ്മെന്റ് ഓഫ് ദി കമ്പനി, ദേ നോട്ട് ഹാവ് റൈറ്റ് ടു അറ്റൻഡ് ദി കമ്പനി മീറ്റിംഗിലൊന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആർക്കാണ്? ഡിബെഞ്ചേഴ്സിനാണ്. 29 നോക്കുക. ഗീവ് വൺ വേർഡ് ഫ്രൈസ് ഓഫ് ദി ഫോളോ. ഇതിന് വൺ വേർഡ് ആൻസർ ചെയ്താനാണ് പറയുന്നത്. ദി കോമ്പണൻസ് ഓഫ് മാർക്കറ്റിംഗ് ദാറ്റ് റിലേറ്റഡ് ചാനൽ ഓഫ് മാർക്കറ്റിംഗിന്റെ കോമ്പണന്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതാണ് ഏതാണ്? പ്ലേസ് ആണ് അതിന്റെ ആൻസർ. ഇതിൽ ബി നോക്കുക. ദി കോമ്പണൻസ് ദാറ്റ് ആർ കമ്പൈൻഡ് ടു അച്ചീവ് ദി മാർക്കറ്റിംഗ് ഗോൾ. ഏത് കോമ്പണന്റ് ആണ് മാർക്കറ്റിംഗ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ആൻസർ മാർക്കറ്റിംഗ് മിക്സ് ആണ്. ഇനി 30ാമത്തെ നോക്കുക. വിച്ച് മെത്തേഡ് ഓഫ് പ്രൈസ് ഫിക്സേഷൻ ബി റിഫർ. ഏത് മെത്തേഡാണ് പ്രൈസ് ഫിക്സേഷനുമായി ബന്ധപ്പെട്ടെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, പലതരം പ്രൈസ് മെത്തേഡ് ഉണ്ട്. അതിൽ ഏതാണ്? രമ ഫിക്സ് പ്രൈസ് ഓഫ് ഷർട്ട്. രമ ഷർട്ടിന്റെ പ്രൈസ് ഫിക്സ് ദാറ്റ് മാനുഫാക്ചർ ആൻഡ് സെൽ പ്രൈസ് 10% ഹയർ. 10% അതിന്റെ ഹയർ ദാൻ കോസ്റ്റ്, അല്ലെ, കോസ്റ്റിനേക്കാൾ 10% വിലയിലാണ് വിറ്റ്. അപ്പോഴാണ് അയാൾക്ക് ലാഭം ഉണ്ടാക്കുള്ളൂ. അത് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് ആണ്. ഇനി ബി നോക്കുക. ശ്യാമ ഇൻട്രൊഡ്യൂസ് ന്യൂ ബ്രാൻഡ്. ശ്യാമ ഒരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഓഫ് ബിസ്ക്കറ്റ് അറ്റ് ലോ ഇൻട്രൊഡ്യൂസ്, കുറഞ്ഞ പ്രൈസിൽ. അത് ഒബ്ജക്റ്റീവ് ബേസ്ഡ് പ്രൈസിംഗ് ആണ് വരുന്നത്. ഇനി ഇത് രണ്ടും അറിയാത്തവർക്ക് വിച്ച് എലമെന്റ്സ് ഓഫ് ദി പ്രൊമോഷൻ ബിക്സ് റിഫർ ടു ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഏത് പ്രൊമോഷൻ ബിക്സ് ആണ് ഇതിൽ വരുന്നത് നോക്കണം. ഇറ്റ് ഈസ് എ ടെമ്പററി ഇൻസെന്റീവ്. ടെമ്പററി ആയിട്ട് ഇൻസെന്റീവ് കൊടുക്കണം. ടു ഇൻഡ്യൂസ് ട്രയൽ ഓർ പർച്ചേസ് ഓഫ് എ പുതിയൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ. അതിന് സെയിൽസ് പ്രൊമോഷൻ എന്നാണ് പറയുന്നത്. അത് ഇറ്റ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ബൈ ഐഡന്റിഫൈ സ്പോൺസർ. ഒരു നോൺ പെയ്ഡ് കമ്മ്യൂണിക്കേഷൻ സ്പോൺസർ ചെയ്യുന്നത് ഏതാണ്? അത്
പേഴ്സണൽ സെല്ലിംഗ് ആയിട്ടാണ് വരുന്നത്, അല്ല അഡ്വർടൈസിംഗ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി 31 നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് വരുന്നത്. ഇറ്റ് ഈസ് എ ടെമ്പറായിട്ട് ഇൻസെൻറ്റീവ് കൊടുക്കുക ടു ട്രയൽ ഇൻഡ്യൂസ് പർച്ചേസ്. ഇത് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, അതാണ് എന്ത് പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അടുത്ത് ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് പ്രൊമോഷൻ ടൂൾ ഫോർ മെഷീൻ ലൂബ്രിക്കൻറ്റിൻ്റെ ഒക്കെ ഏറ്റവും നല്ല പ്രൊമോഷൻ ടൂളാണ് ഏത് പേഴ്സണൽ സെല്ലിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് 32ാമത്തിൽ നോക്കാം. ഐഡന്റിഫൈ ദി ഫോളോയിങ് റൈറ്റ് WT ഫോർ ഹോൾസെയിലർ ആൻഡ് RT ഫോർ റീറ്റെയിലർ. ഇതിൽ WT എന്നുള്ളത് ഹോൾസെയിലിങ്ങിനും RT എന്നുള്ളത് റീറ്റെയിലറിനും കൊടുക്കണം. ഓക്കെ, 32ലാണ്. നോക്കാം നമുക്ക്. ഐഡന്റിഫൈ ദി ഫോളോയിങ് WT ഹോൾസെയിൽ ട്രേഡ് ആൻഡ് റീറ്റെയിൽ. ഡീലിംഗ് ലിമിറ്റഡ് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് ആണ് അല്ലേ. ഡീലിംഗ് ലിമിറ്റഡ് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ റീറ്റെയിലറിംഗ് ആണ്. അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം ഹോൾസെയിലറിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ്. ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം ഹോൾസെയിലർ ഓർ ഹോൾസെയിലറിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ്. ഫോർ വീണ്ടും വിൽക്കാൻ വേണ്ടി അത് RT ആണ് വരുന്നത് കേട്ടോ. അതേപോലെ പ്രൊവൈഡ് ഫെസിലിറ്റി ഗ്രേഡും പാക്കേജിങ്ങും ഗ്രേഡിങ്ങും കൊടുക്കുന്ന ഹോൾസെയിലിംഗ് ആണ്. ബൈയിങ് ഗുഡ്സ് ബൾക്ക് ഫ്രം മാനുഫാക്ചർ, അത് ഹോൾസെയിലിംഗ് ആണ് കേട്ടോ. ഇത് കറക്റ്റ് ദി ഫോളോയിങ് സെന്റൻസ് ആണ്. പ്രൊഡ്യൂസർ ഈസ് ദ മിഡിൽ മാൻ ഇൻ ദ ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അത് തെറ്റാണ്. പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് മിഡിൽ മാൻ ആണോ? അല്ലല്ലോ. പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലുള്ള ആളാണ്. അടുത്ത പ്രസൻസ് ഓഫ് ടു മെനി മിഡിൽ മാൻ ഇൻക്രീസ് ദി പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ്. പ്രസൻസ് ഓഫ് ടു മെനി മിഡിൽ മാൻ എന്ന് പറഞ്ഞാൽ അവിടെ കുറെ മിഡിൽ മാൻസ് ഉണ്ടെങ്കിൽ പ്രൈസ് കൂടും എന്നുള്ളതാണ് പറയുന്നത്. കുറെ ഇടനിലക്കാരുണ്ടെങ്കിൽ വില കൂടുമോ? പ്രസൻസ് ഓഫ് ടു മെനി മിഡിൽ മാൻ ഇൻക്രീസ് ദി പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്, അത് തെറ്റായിട്ടാണ് വരുന്നത്. ഓക്കെ, 34ന്റെ ഫുൾ ഫോം എഴുതാനാണ് പറയുന്നത്. WWW വേൾഡ് വൈഡ് വെബ്. അതേപോലെ തന്നെ B2B എന്നാണ് ബിസിനസ് ടു ബി, അതേപോലെ തന്നെ B2C എന്നാണ് ബിസിനസ് ടു കസ്റ്റമർ, C2C എന്നാണ് കസ്റ്റമർ ടു കസ്റ്റമർ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ചെറിയൊരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനിയൊക്കെ 2 മാർക്കിന്റെ വിശദീകരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അത് അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കുന്നതാണ്. താങ്ക് യു.